നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ RRB, NDPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മിസ്സിംഗ് നമ്പർ ഇപ്പോൾ എന്താണ് സംഭവം? ഇപ്പോൾ നമ്മൾ സീരീസിനകത്തും അനലോഗിക്കകത്തും ഒക്കെ പഠിച്ചതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അനലോഗി പഠിച്ച കാര്യമോ അതോ സീരീസിൽ പഠിച്ച കാര്യമെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സാമിന് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിസ്സിംഗ് നമ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിച്ചാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറയുമ്പം നമുക്ക് ഒരു ബോക്സ് ടൈപ്പിലാണ് ചോദിക്കുന്നത്. അതായത് ഒരു റെക്റ്റാങ്കിളോ സ്ക്വയർ വന്നിട്ട് അതിനകത്ത് കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ നമ്പറുകൾ തമ്മിൽ റിലേറ്റ് ആവുന്നത് ഒന്നെങ്കിൽ റോ വൈസോ അല്ലെങ്കിൽ കോളം വൈസോ റിലേറ്റ് ആകും. അതായത് ഇപ്പോൾ ഇവിടെ ഈ മൂന്ന് പേര് തമ്മിലുള്ള റിലേഷൻ ആകാം, അതേപോലെ റിലേഷൻ ഇങ്ങനെയും വരാം. അപ്പോൾ അത് എങ്ങനെ വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി പറയാൻ പറ്റില്ല. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു സ്കില്ലാണ്. എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വരുന്നതെന്ന് നമ്മൾ ചെയ്തുള്ള പ്രാക്ടീസ് വെച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പിടി കിട്ടും. എന്നാൽ ഇവരെ ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇവരെ താഴോട്ടാണല്ലോ കണക്ട് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസിലൂടെ അത് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അത് മനസ്സിലായാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് സർക്കിളായിട്ടും ചോദിക്കാറുണ്ട്. സർക്കിളിനകത്ത് മിസ്സിംഗ് നമ്പറായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ സർക്കിളിനകത്ത് ചോദിക്കുമ്പോഴും അവിടെ നമുക്ക് രണ്ട് രീതിയിൽ വരാം. അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഈ വരുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ഒരു പാറ്റേണിൽ പോകാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആൾക്കാർ ഒരു പെയർ എന്നുള്ള രീതിയിലും വരാം. അതായത് ഇവിടെ വരുന്ന നമ്പരും തമ്മിൽ മാത്രം ഒരു റിലേഷൻ, ഇനി ഇവിടെ വരുന്ന നമ്പരും ഒരു റിലേഷൻ. അങ്ങനെയും നമുക്ക് എന്ത് വരാം, ആ മിസ്സിംഗ് നമ്പർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് റെയിൽവേക്ക് ആ മിസ്സിംഗ് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ബോക്സ് ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇങ്ങനെ, അതായത് 5, 3, 2 എന്നാകാം, അല്ലെങ്കിൽ 5, 8, 6 എന്നാകാം. മനസ്സിലായി? നമുക്ക് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ചോദ്യമായതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും എന്താ സംഭവം. അതുകൊണ്ട് ഈ 2ഉം 3യോടെ കൂട്ടിയേക്കുന്നതല്ലേ 5. അപ്പോൾ നമ്മൾ ഒരിടത്ത് നോക്കുമ്പോൾ അത് തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആൾ. അപ്പോൾ അവിടെ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് വരാൻ സാധ്യതയെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നോക്കണം. ഇവിടെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ടൈപ്പ് ആ ഒരു കാര്യം ശരിയാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെ നോക്കി 5 + 1 6 വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കറക്റ്റാണ്. അതായത് ഇവിടെ പോകുന്നത് എങ്ങനെയാണ്, ഈ ഒരു റോ വൈസ് ആയിട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവിടുത്തെ ഒരു പാറ്റേൺ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്കത് ക്വസ്റ്റ്യനിൽ പറയില്ല, മനസ്സിലാകാം. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എന്ത് ഫില്ല് ചെയ്യുന്ന അവർ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുക്കണം. ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് നമ്പേഴ്സിൻ്റെ ബന്ധം വരുന്നത്, ഇങ്ങനെയല്ല. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ നമുക്ക് നടുക്കുള്ള ആളിനെയല്ലേ വേണ്ട. അപ്പോൾ നടുക്കുള്ള ആളിനെ കണ്ടുപിടിക്കുന്ന രീതിയിൽ എഴുതിയാൽ എങ്ങനെ പറയാം, ഇതേ റിലേഷൻ തന്നെ എങ്ങനെ നമുക്ക് എഴുതാം. നടുക്കുള്ള ആളാണ് മിസ്സിംഗ് എങ്കിൽ എങ്ങനെ എഴുതാം? അപ്പോൾ ആ മിഡിൽ നമ്പർ എന്ന് പറയുന്നത്, ആ മിഡിലുള്ള ആളെന്ന് പറയുന്നത് എന്തെഴുതാം, ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ എന്ന് പറഞ്ഞൂടെ. ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ എന്ന് പറഞ്ഞൂടെ, മിഡിലുള്ള ആളിനെ കണ്ടുപിടിക്കുന്ന രീതിയിൽ എടുത്താൽ. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ എന്ത് വരും, അവിടെ വരുമ്പോൾ ഫസ്റ്റ് നമ്പർ 8 - 4 അല്ലേ, 4 അല്ലേ ആൻസർ. ഓപ്ഷൻ ഡി 4. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, 4ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 8 വരുന്നത്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എന്ത് വരും, 4 എന്നുള്ള ആൻസറാണ് എനിവേ ആൻസറായിട്ട് വരും. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും, എളുപ്പമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇനി ആലോചിക്കേണ്ടി വരും. ഇങ്ങനെയാണോ, അതായത് ടോപ്പ് ടു ബോട്ടം ആണോ അതോ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ നമ്പറുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊരു സംശയം നമുക്ക് വരാം. അപ്പോൾ അത് നമ്മൾ ആ നമ്പേഴ്സിൻ്റെ പ്രത്യേകതയിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ അനലോഗിയിലും സീരീസിലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടേബിൾസ് കറക്റ്റായിട്ട് അറിയണം, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അറിയണം, അതേപോലെ സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ, പ്രൈം നമ്പർ, ഇതിനെല്ലാം പറ്റി നമുക്ക് നല്ലൊരു ധാരണ വേണം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഇവിടെ ആൻസർ വരുന്നതെന്ന് അറിയോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടേ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ ടോപ്പ് ടു ബോട്ടം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് 4 നമ്പേഴ്സാണ് അല്ലെ, 4 നമ്പേഴ്സ്. അപ്പോൾ ഈ 4 നമ്പറുകളുള്ള ആ റിലേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടല്ലേ. 4 നമ്പേഴ്സ് വരുമ്പോൾ അവിടെ അവർ തമ്മിലുള്ളൊരു റിലേഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കാതെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 3 നമ്പരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യം നോക്കുക. മനസ്സിലായി? ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ?
ആ 3 നമ്പറുള്ള പാറ്റേണിൽ എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടെന്ന് ആദ്യമേ നോക്കാം. അങ്ങനെ വരുന്നില്ലെങ്കിൽ പിന്നെ 4 നമ്പറുള്ള രീതിയിൽ പോയാൽ പോലെ. ഇപ്പോൾ നമ്മൾ ടോപ്പ് ടു ബോട്ടം എടുത്താൽ, ഇവിടെ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ എടുത്താൽ അങ്ങനെയാണെങ്കിൽ 122, 37, 85. അപ്പോൾ ഇവരെ നോക്കിയാൽ പോരെ, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കി. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യമേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാം. ഇവിടെ തമ്മിൽ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ വരുമോ? 37ഉം 85 ആഡ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 30. അപ്പോൾ ഇവിടെ ഒരു വലിയ നമ്പരും 2 ചെറിയ നമ്പരും. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ആ ചെറിയ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ആ വലിയ നമ്പർ കിട്ടുമെന്ന് നോക്കുക. കാരണം നമ്മളെ നമ്പേഴ്സിന് പ്രത്യേകത വെച്ചാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ചാൻസ് വരുമോ നോക്കുന്നത്. മനസ്സിലായി? ഇവിടെ ഒരു വലിയ നമ്പരും 2 ചെറിയ നമ്പേഴ്സാണ്. അങ്ങനെയാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ആ 2 ചെറിയ നമ്പറോടെ കൂട്ടിയാൽ ആ വലിയ നമ്പർ വരുമോ നോക്കി. വരുന്നുണ്ടല്ലോ, 122 വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ മേളിൽ കാണുന്ന അതാണ് ഞാൻ ഫസ്റ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്. ആ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ബാക്കി 2 പേരെയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയി? ഫസ്റ്റ് ഈക്വൽ ടു സെക്കൻഡ് പ്ലസ് തേർഡ് എന്നുള്ള രീതി വരും. അപ്പോൾ നമുക്ക് വേണ്ടത്, ഇപ്പം ഇത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കരുത്, നമുക്ക് ഇതുകൂടെ നോക്കി ഒന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഇവ വലിയ ഇച്ചിലൂടെ ആഡ് ചെയ്യാൻ പാടുള്ള നമ്പർ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയാലും മതി, ഇത് നോക്കിയാലും മതി. 32 + 68, 16, 48 ശരിയല്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പാറ്റേൺ ശരിയാണ്. ഇത് ആഡ് ചെയ്താലും കിട്ടും. അപ്പോൾ ഇവിടെ 40 + 70, 110, 9, 8, 17, 127 എന്നുള്ളത് വരും. കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? അതായത് 105 എന്ന് പറയുന്നത് 66ൻ്റെ കൂടെ ഏത് കൂട്ടുന്നതാണ്? അതായത് നമുക്ക് വേണ്ട ആളെന്ന് പറഞ്ഞാൽ 105 66 കുറച്ചാലും മതി. ഓക്കെ, 105 66 കുറച്ചാൽ എത്രയാണ് ആൻസർ വരുന്നത്? 39 നമ്മുടെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിസ്സിംഗ് നമ്പർ നോക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആകാം, ടോപ്പ് ടു ബോട്ടമോ ആകാം. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെയാണോ കുറച്ച് നമ്പേഴ്സ് ഉള്ളത് അത് ആദ്യമേ നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബാക്കി ആ 4 നമ്പർ വരുന്ന രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും ടോപ്പ് ടു ബോട്ടം എടുത്താലും നമ്പേഴ്സിൻ്റെ എണ്ണം സെയിം ആണ്. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ 2 രീതിയിൽ നോക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുന്നവരാണെങ്കിൽ നോക്കുമ്പോൾ 3, 6, 8 എന്തെങ്കിലും പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അഡീഷൻ ഒന്നും വരാൻ സാധ്യതയില്ല, കാരണം എല്ലാം ഒരേ റേഞ്ചിലുള്ള നമ്പേഴ്സാണ്. ഇപ്പോൾ 6ഉം 3ഉം കൂട്ടിയാൽ 9 ആയിരുന്നു വരേണ്ടത്, പക്ഷേ 8 ആണ് വന്നേക്കുന്നത്. ഇപ്പോഴും ഇവർ 2 പേരും തമ്മിൽ ആഡ് ചെയ്യണം നിർബന്ധമില്ല. ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും ആകാം. അവിടെ ആഡ് ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിയാലും 5, 8, 4 നോക്കിയാലും പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. 4, 7 എടുക്കുമ്പോഴും പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങളിനി ടോപ്പ് ടു ബോട്ടം നോക്കി. ടോപ്പ് ടു ബോട്ടം നോക്കുമ്പോൾ 3 + 5, 8 ആണ്. ഇവിടെ വന്നിരിക്കുന്നത് 4 ആണ്. ഓക്കെ, ഇവിടെ നോക്കി 6 + 8, 14 ആണ്. വന്നിരിക്കുന്നത് 7 ആണ്. ഇപ്പോൾ കാര്യം മനസ്സിലായ 8ഉം 4ഉം തമ്മിൽ കണക്ട് ചെയ്യാമോ? 14ഉം 7ഉം തമ്മിൽ കണക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് അനലോഗിയിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അനലോഗിയിൽ നമ്മളാണിത് ഇങ്ങനെ 3, 5, 4 ഇങ്ങനെ ബ്രാക്കറ്റ് തരുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ ടോപ്പ് ടു ബോട്ടം ആണോ എന്നൊന്നും നോക്കണ്ട. ഇവിടെ ഇവരെ തമ്മിൽ അങ്ങ് റിലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെ വേണേലും ആകാം എന്നുള്ള സാധ്യത ഉണ്ടായതുകൊണ്ടാണ് കുറച്ചുകൂടെ പാട് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? 3 + 5, 8 ആണ്. അതിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടത്തില്ലേ? അതായത് ഫസ്റ്റ് 2 നമ്പറുകൾ, അതായത് ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പരും ആഡ് ചെയ്തിട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തേർഡ് നമ്പർ കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ കണക്ഷൻ. നമുക്കത് കൺഫേം ചെയ്യാൻ ഇവിടെ നോക്കാൻ വേണ്ട. 6 + 8, 14/2, 7. അത് കറക്റ്റായിട്ട് വരുന്നില്ല. നമുക്കിവിടെ തേർഡ് നമ്പർ തന്നെയാണ് മിസ്സിംഗ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ 8 + 4 / 2, 12 / 2 എത്രയാണ്? 6 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇച്ചിരി പാടായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ നോക്കിയേ പറ്റൂ. അല്ലാത്ത കേസിലാണെങ്കിൽ, അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ ഏറ്റവും കുറവ് വരുന്ന നമ്പേഴ്സ് ആദ്യം നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? മറ്റേ രീതിയിൽ നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് സ്ക്വയർ ഷേപ്പ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ നമ്പറാണ് മിസ്സിങ്. ഓക്കെ, നമുക്ക് ടോപ്പിലുള്ള നമ്പറാണ് മിസ്സിംഗ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും വരാൻ സാധ്യത? അപ്പോൾ നമ്മൾ ലീനിയറായിട്ട് നോക്കുകയാണ്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കിയാൽ ഇവിടെ 7, 45, 32 അവിടെ അങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? 7 + 32, 39. അവിടെ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ടോപ്പ് ടു ബോട്ടം നോക്കിയാൽ 13, 7, 27. ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്നും തോന്നത്തില്ല. 13 + 7 എത്രയാണ്? 20 ആണ്. ഓക്കെ, 20ഉം 27 വേണമെങ്കിൽ വീണ്ടും 20യുടെ കൂടെ വീണ്ടും ഈ 7 തന്നെ ആഡ് ചെയ്താൽ 27 കിട്ടത്തില്ലേ? ഇവിടെ നോക്കിയേ 54 ആണ്. 54, 45 അതാണ് ഞാൻ പറഞ്ഞത്. ആഡ് ചെയ്യാനൊക്കെ നല്ല സ്പീഡായിരിക്കണം. 54ഉം 45 ആഡ് ചെയ്താൽ എത്രയാണ്? 99 എന്ന് വരും. ഓക്കെ, ഈ 99ൻ്റെ കൂടെ അല്ലെങ്കിൽ 144 99 കുറച്ചാൽ എത്ര ആയിരിക്കും? അല്ലെങ്കിൽ 99ൻ്റെ കൂടെ 45 വീണ്ടും താണ്ടി ഈ ഒരു 45 ആഡ് ചെയ്താൽ എത്ര ആയിരിക്കും വരുന്നത്? അപ്പോൾ അവിടെ എടുത്താൽ 144 തന്നെ കിട്ടത്തില്ലേ? അതായത് നമുക്കിത് എങ്ങനെ, ഞാൻ ഈ പറയുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക്
രണ്ട് മൂന്ന് രീതിയിൽ പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു കണക്ഷൻ തന്നെ 13 പ്ലസ് 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞൂടെ, 2 ഇൻറ്റു 7, അതായത് ഫസ്റ്റ് നമ്പർ പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ആണ് എന്ത്, തേർഡ് നമ്പർ. ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം, അല്ലെങ്കിൽ 13 പ്ലസ് 7 പ്ലസ് 7, ഓക്കെ, അതായത് 13 പ്ലസ് അത് രണ്ടു വട്ടം കൂട്ടുന്നതാണ് 2 ഇൻറ്റു 7 എഴുതിയേക്കുന്നത്. ഓക്കെ, അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 27ൽ നിന്ന് 13 കുറയ്ക്കുന്നു. ഓക്കെ, 27ൽ നിന്ന് 13 കുറയ്ക്കുന്നു, അപ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. അതിൻ്റെ പകുതിയാണ് ഈ നടുക്കത്തെ നമ്പർ. അങ്ങനെയും പറയാം. എല്ലാം എന്താണ്, സെയിം ആണ്. ആ ഒരു കണക്ഷൻ ആ രണ്ട് മൂന്ന് രീതി പറയാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവിടെ അത് കറക്റ്റായിട്ട് വരുന്നില്ലേ, 54 പ്ലസ് 2 ഇൻറ്റു 45, 54 പ്ലസ് 90 എത്ര വരും, 144 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് രീതി പറയാം. ഞാൻ ആദ്യം പറഞ്ഞ രീതി തന്നെ എഴുതാം. അതായത് ഫസ്റ്റ് നമ്പർ പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ആണ് എന്ത്, തേർഡ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് നമ്പർ തന്നെയാണ് മിസ്സിങ്. അപ്പോൾ അത് അറിയില്ല, അത് എക്സ് എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് 2 ഇൻറ്റു 32 ആണ് എന്തെന്ന് പറയുന്നത്, 68 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 32ൻ്റെ ഇരട്ടി 64, അതായത് എക്സും 68 ഇവിടെ 64 കൂട്ടുന്നതാണ് 68. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4 വന്നാലല്ല അവിടെ കറക്റ്റ് ആവും. നിങ്ങളിങ്ങനെ ഇക്വേഷനായിട്ട് എഴുതി ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ഓരോരോ നമ്പർ ഇട്ട് കൊടുത്ത് നോക്കിയാലും മതി. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എടുക്കുമ്പോൾ കിട്ടും. 4ൻ്റെ കൂടെ ഇതിൻ്റെ ഇരട്ടി 66 കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഓപ്ഷൻ കൊടുത്തും ചെയ്യാം. അത് നിങ്ങളിങ്ങനെ എക്സ് ഒക്കെ ഇട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റെക്റ്റാങ്കിൾ ആണ്, ഇവിടെ 3ഉം ഇങ്ങോട്ട് 4ഉം ആണ്. ഓക്കെ, ഇവിടെ 3, 4 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം 3 എന്ന രീതിയിൽ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 6, 6, 8, ഇവിടെ വരുമ്പോൾ 5, 7, 5. അപ്പോൾ ഇവിടെ തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? 6 + 8 14, അവിടെ കണക്ഷൻ ഒന്നും വരുന്നില്ല. 5 + 8 ആണ്, അവിടെയും വരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കും 120, 126, 320. അപ്പോൾ എന്തായാലും ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. എന്നാൽ ഇവരെ നോക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ വന്നാൽ ഇവരെ കണക്ട് ചെയ്യാനുള്ള വളരെ പാടാണ്. അപ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും സാധ്യത? അപ്പോൾ ടോപ്പ് ടു ബോട്ടം തന്നെ ആയിരിക്കും. അല്ലാതെ എപ്പോഴും കുറഞ്ഞ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ നിങ്ങൾ ഇവരെ നോക്കി, ഇവരെ തമ്മിൽ എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇവരെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക. ഇവിടെ ആഡ് ചെയ്താലൊന്നും വരില്ല. കാരണം ലാസ്റ്റ് കിടക്കുന്നത് 120 ആണ്, വലിയൊരു നമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ നമ്പർ വന്നാൽ, അതായത് ഇവരെ അപേക്ഷിച്ച് കൂട്ടത്തിൽ വലിയൊരു നമ്പറാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം ആഡ് ചെയ്യുന്നതാകാം, പക്ഷേ ഇവിടെ ആഡ് ചെയ്ത് കിട്ടുന്നതിനേക്കാട്ടിലും വലുതല്ലേ. അങ്ങനെ വന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട അടുത്ത സാധ്യതയാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അങ്ങനെ ഒരു വലിയ നമ്പർ, എല്ലാവരെക്കാട്ടിലും വലിയൊരു നമ്പർ ആ ഒരു ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾ അടുത്തൊരു സാധ്യത ആലോചിക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നോക്കിയേ, ഇവരെ 3 പേരോടെ മൾട്ടിപ്ലൈ ചെയ്താൽ വരുമോ എന്ന് ആദ്യം നോക്കാം. 6 ഇൻറ്റു 5 ഇൻറ്റു 4, 6 ഇൻറ്റു 5 30 ആണ്, 30 ഇൻറ്റു 4 120. കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. കൺഫേം ചെയ്യാൻ വേണ്ടി ഇതോടെ നോക്കുക. 6 ഇൻറ്റു 7 ഇൻറ്റു 3, 6 ഇൻറ്റു 7 42 ആണ്, 42 ഇൻറ്റു 3 നോക്കിയേ 6, 126. കിട്ടുന്നില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് കാര്യം എന്ന് മനസ്സിലായോ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ ആണ് എന്ത്, ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത്. ഞാൻ ഈ ടോപ്പ് ടു ബോട്ടം ഓർഡറിലാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? അതായത് നമ്മൾ 8ഉം 5ഉം ഏതോ ഒരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 320 കിട്ടണം. അങ്ങനെയാണ് 8 ഇൻറ്റു 5 40, 40 ഇൻറ്റു എക്സ് ആണ് 320. 40 ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 320 കിട്ടുന്നത്? 8 അല്ലേ? കാരണം 4 ഇൻറ്റു 8 ആണ് 32. അപ്പം 8 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ 0, 0 കട്ട് ചെയ്യാം. ഓക്കെ, x = 32/4, 8 എന്നുള്ള ഫൈനൽ ആൻസർ വരും. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തും എന്ത് വരാം, അവർക്കൊരു കണക്ഷൻ വരാം എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ സ്ക്വയർ ആണ്. അപ്പം എങ്ങനെ പോയാലും ഒരേപോലെയാണ് നമ്പേഴ്സിൻ്റെ എണ്ണം വരുന്നത്. ഇപ്പോൾ നോക്കുക, 42, 44, 38. ഓക്കെ, അടുത്ത് വരുമ്പോൾ 23, 55, 28. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും നോക്കി. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ട് പകുതി എടുത്താലോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? 42 + 44 86 ആണ്. 86ൻ്റെ പകുതിയൊന്നുമല്ല. വീണ്ടും 42, 38, അതായത് ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പർ ആഡ് ചെയ്താൽ എന്തെങ്കിലും കണക്ഷൻ വരുമോ? അങ്ങനെയും വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല. കാരണം ഇവരെ തമ്മിൽ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. മനസ്സിലായി? ഇവിടെ അടുത്തടുത്തുള്ള നമ്പറുകളായതുകൊണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ അടുത്തൊരു ആലോചിക്കേണ്ട ഒരു കേസാണ്. ഇവിടെ ഈ ഒരു നമ്പേഴ്സിന് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? അതായത് 44, 55 കണ്ടോ? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവർ രണ്ടുപേരും 11ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻ വരുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം 44 / 11,
ഓക്കെ 11 മൾട്ടിപ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. 11 × 4 ആണ് 44. ഈ 4ഉം ഇവരെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 42-ൽ നിന്ന് 38 കുറയ്ക്കുന്നതല്ലേ 4. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ആ കിട്ടുന്ന ആൻസറിനെ ഈ 11 എന്ന് പറയുന്നത് ഫിക്സ് ആണ്, മനസ്സിലായി. 11 എന്ന് പറയുന്നത് ഫിക്സ് ആണ്, നമ്മൾ അല്ലാതെ എടുക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് 4 × 11 എന്ന് വരും. എന്ത് കിട്ടും? ആ നടുക്കത്തെ നമ്പർ കിട്ടത്തില്ലേ, 44 കിട്ടുന്നില്ലേ? ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 23-ഉം 28-ഉം വന്നോ, കണ്ടോ? അപ്പോൾ ഇവിടെ ചെറിയ നമ്പർ, ഇവിടെ വലിയ നമ്പർ വന്നേ ഉള്ളൂ, അതിന് പ്രശ്നമില്ല. അത് നമുക്ക് തിരിച്ചായാലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവരുടെ ഡിഫറൻസ് വന്നാൽ മതി. അപ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പർ കുറയ്ക്കുക, അത് പ്രശ്നമില്ല. അതായത് ഈ ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ തന്നെ വരണമെന്ന് നിർബന്ധമില്ല, ഇവരുടെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 28 - 23 5 ആണ്. 5 × 11 എന്നുള്ള എത്ര വരും? 55 വരുന്നുണ്ടല്ലോ. 55 എന്നുള്ള ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം കണ്ടുപിടിച്ച ടൈപ്പ്, നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡ് എന്താണ്? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടുക്കത്തെ നമ്പർ തന്നെയാണ് മിസ്സിംഗ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ എടുക്കാം? അവിടെ വലിയ നമ്പറും ചെറിയ നമ്പർ കുറയ്ക്കുമ്പോൾ 39 - 37 എന്ന് വരും ഇൻറ്റു 11. ഓക്കെ, 2 × 11 എത്രയാണ്? 2 × 11 22 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയും വരാം. അതായത് ഇവിടെ ഡിഫറൻസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെയും കാര്യങ്ങൾ വരാം. അപ്പോൾ ഇതിന് ഡിഫറൻസ് തന്നെ ആവണമെന്നില്ല, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കോമ്പിനേഷൻ വരാം, അഡീഷനും ഡിവിഷനും കോമ്പിനേഷൻ വരാം. അപ്പോൾ അതാണ് അടുത്ത് മനസ്സിലാക്കേണ്ടത്. കോമ്പിനേഷൻ, അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇവരുടെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടും വരാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അത് വെച്ചിട്ട് എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഡിഫറൻസുകൾ എടുത്ത് അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയെങ്കിലും വരുമോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവിടെ ചിന്തിച്ച് നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നിങ്ങൾ നോക്കിയാൽ ലീനിയറും ആകാം, ലെഫ്റ്റ് ടു റൈറ്റും ആകാം, ടോപ്പ് ടു ബോട്ടം ആകാം. അപ്പോൾ നോക്കി എന്തെങ്കിലും കണക്ഷൻ വരും. ഇത് കുറച്ചും കൂടി ഒരു ലെവല് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇച്ചിരി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിയേ 5, 6, 7 പ്രത്യേകിച്ച് ഒരു കണക്ഷൻ എടുക്കാം. 5 + 7 12, 12 / 2 6 വരുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ വരുന്നുണ്ടോ നോക്കി, ഇവിടെ വരുന്നുണ്ടോ 3, 5, 8 / 2 4. ഓക്കെ, അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ രണ്ടിടത്ത് വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൺഫേം ചെയ്യാം. അപ്പോൾ നോക്കി ഇവിടെ വരുന്നുണ്ടോ നോക്കി, 9 + 11 20, 20/2 10 കിട്ടുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം? ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ ബൈ 2 എന്ത് കിട്ടുന്നുണ്ട്? സെക്കൻഡ്. നമ്മൾ നേരത്തെ ചെയ്തൊരു ടൈപ്പ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. ഈ നടുക്കത്തെ ആളിനെ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് എഴുതുന്നതെങ്കിൽ അതിനനുസരിച്ച് എടുക്കാൻ പറ്റും. ഞാൻ ഈ രീതി തന്നെ എടുത്താൽ എങ്ങനെ വരും? 345 പ്ലസ് തേർഡ് നമ്പർ നമുക്ക് അറിയില്ല, /2 ആണ് എന്ത്? ഈ 460 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 460 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി 345 പ്ലസ് എക്സ് എന്നുള്ളത് എന്ത് വരും? 460 × 2 എന്ന് വരത്തില്ലേ? 460 × 2 എന്ന് വരും. അപ്പോൾ എന്താവും? 920 എന്നാവും. അപ്പോൾ x = 920 - 345 എന്ന് വരത്തില്ല, 920 - 345 എന്ന് വരും. അത് സബ്ട്രാക്ട് ചെയ്യുമ്പം ഓക്കെ, അത് സബ്ട്രാക്ട് ചെയ്യുമ്പം 575 എന്നല്ലേ വരുന്നത്? 575 എന്നാണ് വരുന്നത്. പക്ഷെ എന്താണ് പ്രശ്നം? അവിടെ ഓപ്ഷനിൽ ഇല്ല. മനസ്സിലായോ? നമ്മൾ ചെയ്ത തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഇടത്തും സാറ്റിസ്ഫൈ ആയി, എന്നിട്ട് പോലും നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഫൈനൽ ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ അവരെല്ലായിടത്തും സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയും നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഇവിടെ 575 എന്നൊരു ഓപ്ഷൻ ഇല്ല. മനസ്സിലായി? 575 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഈ എടുത്ത മെത്തേഡ് തെറ്റാണ്. ക്ലിയർ ആകും? ഇതെടുത്ത മെത്തേഡ് തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും രീതിയിൽ വരുന്നുണ്ടോ നോക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ വരുന്നുണ്ടോ നോക്കി. അപ്പോൾ ഇനി എന്തായാലും ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ ടോപ്പ് ടു ബോട്ടം നോക്കി, ടോപ്പ് ടു ബോട്ടം എങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇപ്പോൾ ടോപ്പ് ടു ബോട്ടം എടുക്കുമ്പം 5, 3, 9. ഓക്കെ, എന്തായാലും വലിയ നമ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷന് സാധ്യതയുള്ളൂ. ഇവർ 3 പേരുടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇവരെ 3 പേരുടെ മൾട്ടിപ്ലൈ ചെയ്താൽ 135 എന്നായി പോകും. മനസ്സിലായി? അപ്പോൾ അങ്ങനല്ല, ഇവിടെ 345 ആണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ 5 × 9 45. ആ 45 ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? 45 ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3 ഇവിടെ വെറുതെ കിടക്കുക. ആ 3 ഇങ്ങോട്ട് എടുത്തിട്ടേ ആയിരിക്കത്തില്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ 6 × 10 60. ഒരു 60 ഇവിടെ കിടപ്പുണ്ട്. മനസ്സിലായോ? ഇവിടെ ഒരു 4ഉം കിടപ്പുണ്ട്. ആ 4 എടുത്ത് ഇങ്ങോട്ട് ഇട്ടേല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ. ഓക്കെ, അന്നേരം ഒരു ആൻസർ കിട്ടുമല്ലോ. അന്നേരം ഒരു ആൻസർ കിട്ടും, A, B എന്നൊരു ആൻസർ കിട്ടിയെന്ന് വെച്ചോ. എന്നിട്ട് ആ സെക്കൻഡ് നമ്പറില്ലേ, അതായത് ആ മിഡിലിൽ കിടക്കുന്ന നമ്പറിനെ അതിൻ്റെ കൂടെ അങ്ങ് പ്ലേസ് ചെയ്തേക്കും. ആ AB യുടെ ഇപ്പുറത്തായിട്ട് ആ സെക്കൻഡ് നമ്പറിനെ അങ്ങ് പ്ലേസ് ചെയ്തേക്കും. ഇതാണ് നമ്മുടെ
ഫൈനൽ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് 5 × 3 45 5 × 9 5 × 9 45 ആണ്. ആ 45ൻ്റെ ലെഫ്റ്റിലായിട്ട് നമുക്ക് ആ റിമൈനിങ് ആയിട്ടുള്ള 3 അങ്ങ് പ്ലേസ് ചെയ്തു. ഇത്രയാണ് സംഭവം. മനസ്സിലായി? ഇതാണ് അവിടെ ചെയ്തിരിക്കുന്ന സംഭവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ആൻസർ എന്ത് വരും? 7 × 11 77. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടൊരു 5നെയാണ് മാർക്ക് ചെയ്യുന്നത്. 577. ക്ലിയർ ആയ? ഓപ്ഷൻ ബി ആണ്. അതായത് ഞാൻ പറഞ്ഞത് നല്ല ക്വസ്റ്റ്യൻ ആണെന്ന്, നമ്മളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ റിലേഷൻ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ആ രീതിയിൽ എടുക്കുന്നത് ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അങ്ങനെ നമ്മൾ എല്ലാം ചെയ്താലേ അവിടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അതാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലൂടെ കണ്ടുപിടിച്ച് നോക്കുമ്പോഴും നമ്മുടെ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വേറെ വഴി നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. 577 എന്നുള്ളതാണ് ആൻസറായിട്ട് വരും. ഓക്കെ, കാര്യം ക്ലിയർ ആയ? അപ്പം ഈ രീതിയിലാണ് ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. ഓക്കെ, ഇനി നമ്മൾ സർക്കിൾ വരുന്ന രീതിയിൽ, സർക്കിളിനകത്ത് മിസ്സിംഗ് നമ്പർ വരുന്ന രീതിയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊരു പാറ്റേണിൽ പോകാം. അതായത് ഈ നമ്പറും 3യും തമ്മിലൊരു റിലേഷൻ, ദെൻ 3യും 5ഉം തമ്മിലൊരു ബന്ധം, 5ഉം 8ഉം തമ്മിലൊരു കണക്ഷൻ, 8ഉം 13ഉം തമ്മിൽ അങ്ങനെ പോകാം. അതേപോലെ തന്നെ ഈ 3 ഇവിടെ ഓപ്പോസിറ്റ് ആൾക്കാരുണ്ടല്ലോ. അതായത് 3 എന്ന് പറയുന്ന ഈ ഒരു സെക്ടറില്ലേ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് 13, 22 ഓപ്പോസിറ്റ് ആയിട്ട് 5, ഇങ്ങനെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്തും വരാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് രീതിയിൽ നോക്കേണ്ടി വരും. നമ്മൾ നേരത്തെ നോക്കിയാൽ ഇവിടെ രണ്ട് രീതിയിൽ നോക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു രീതിയിൽ നോക്കുക. അതായത് 3, 5, 8, 13 ഇതൊരു സീരീസ് നമ്മൾ പഠിച്ചില്ലേ, സീരീസിനകത്ത് വരുന്ന പോലെ നോക്കുക. അങ്ങനെ വന്നാൽ അടുത്തതിനെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് നോക്കുക. അപ്പോൾ നോക്കി ഇത് കണക്ഷൻ വരുന്നുണ്ടോ നോക്കി. 3ൻ്റെ കൂടെ +2 ആണ്, +3 ആണ്, വീണ്ടും +5 ആണ്. അടുത്ത് വരുമ്പോൾ +9 ആണ്. അപ്പോൾ അവിടെ ഒരു കണക്ഷനിലേക്ക് പോകുന്നില്ല. അത് നോക്കി. അപ്പോൾ ഇന്ന് എന്തായിരിക്കും ചാൻസ്? വേറെ രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാം? 3യുടെ ടേബിൾ വരുന്നുണ്ടോ? 3 × 2 6 ആണ്, പക്ഷേ 5 ആണ് വന്നത്. അപ്പോൾ നോക്കി, × 2 -1 എന്ന് പറഞ്ഞുകൂടെ? 3 × 2 -1 ആണ് 5. വീണ്ടും 5, 8 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? 5ൻ്റെ ഇരട്ടി 10 ആണ്. വീണ്ടും ഒരു 2 കുറയ്ക്കുമ്പോൾ 8 വരത്തില്ല. × 2 -2 എന്ന് പറഞ്ഞുകൂടെ? 8ഉം 13ഉം തമ്മിലോ? 8 × 2 16 ആണ്. വീണ്ടും ഒരു 3 കുറച്ചാൽ 13 ആയില്ലേ? അപ്പോൾ കാര്യം മനസ്സിലായോ? × 2 -1, × 2 -2, × 2 -3. അടുത്ത് നോക്കി, × 2 -4 കറക്റ്റായിട്ട് വരുന്നുണ്ടോ? 13 × 2 26, -4 22 വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താണ് വരേണ്ടത്? അടുത്ത × 2 -5 ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 22 × 2 -5. ഓക്കെ, 44 -5 39 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 39 ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ റിലേഷൻ വരുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഉള്ള രീതിയിൽ നോക്കാം. ഓക്കെ, കാര്യം മനസ്സിലായോ? സർക്കിൾ വരുമ്പോൾ ആ രീതിയിലാണ് നോക്കേണ്ടത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റിന് നോക്കുക. ഈ ക്വസ്റ്റിന് ആദ്യം നിങ്ങൾ ആ ഒരു ഓർഡർ വരുന്നുണ്ടോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യുക. 2, 5, 6, 7, 3, 9. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ കൂടിയും കുറഞ്ഞും വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വരാനും സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഒരു പാറ്റേൺ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് നോക്കുക. അതായത് 2ന് ഓപ്പോസിറ്റ് 3. അതായത് 2 വന്നാൽ 3 വരും. മനസ്സിലായി? നമ്മൾ അനലോഗി പഠിച്ച പോലെ. 5 വന്നാൽ 11 വരും. കണ്ടോ? 5ന് ഓപ്പോസിറ്റ് 11 അല്ലേ? 6 വന്നാൽ 5ന് ഓപ്പോസിറ്റ് 9 ആണ്. 5ന് ഓപ്പോസിറ്റ് 9 ആണ്. കണ്ടോ? 5ന് ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് എടുക്കുന്നത്. 5ന് ഓപ്പോസിറ്റ് 9 ആണ്. 6 വന്നാൽ 11. അങ്ങനെയാണെങ്കിൽ 7 ഓപ്പോസിറ്റ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. 7 ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. 2 to 3 എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ? 5 to 9 എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ എല്ലായിടത്തും ഒരേ രീതിയിൽ വരണം. എല്ലായിടത്തും ഒരേ രീതിയിൽ ബന്ധം വരണം. വരുന്നില്ലേ? എങ്ങനെ കണക്ട് ചെയ്യാം? 2 × 2 4 -1 3 വരുന്നില്ലേ? × 2 -1 എടുത്താൽ പോരെ. നോക്കി, 5 × 2 10 -1 വരുന്നില്ലേ? 9 വരുന്നില്ലേ? 6 × 2 12 -1. അതായത് ഇരട്ടി എടുത്തിട്ട് 1 കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 7 × 2 -1 14 -1 13 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 13 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെ വേറെ രീതിയിലും വേണമെങ്കിൽ പറയാം. അതായത് 2ൻ്റെ കൂടെ 2നേക്കാട്ടിൽ 1 കുറവുള്ള നമ്പർ കൂട്ടി. അതായത് ഇവിടെ 1 കൂട്ടി. ഓക്കെ, ഈ 5, 9 എടുക്കുകയാണെങ്കിൽ 4 അല്ലേ കൂട്ടി. 4 എന്ന് പറഞ്ഞാൽ 5നേക്കാട്ടിൽ 1 കുറവുള്ള നമ്പർ. അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. 6 എന്ന് പറയുമ്പോൾ 6നേക്കാട്ടി 1 കുറവുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. 6, 5, 11. അങ്ങനെയാണ് 7നേക്കാട്ടിൽ 1 കുറവുള്ള നമ്പർ 6 ആണ്. അങ്ങനെയാണ് 7, 6, 13. ഇങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആൻസർ തന്നെ ചിലപ്പം പല രീതിയിൽ കിട്ടുന്നവർ കാണും. നിങ്ങൾ തന്നെ വേറെ രീതിയിൽ കണ്ടുപിടിക്കുന്നവരാണ്. അത് കുഴപ്പമില്ല. നമുക്ക് ആ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വേറെ രീതിയിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ ലീനിയറായിട്ട് നോക്കുക, ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുക, പിന്നെ ടോപ്പ് ടു ബോട്ടം നോക്കുക, എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും 3, 4, 15 രണ്ട് ചെറിയ നമ്പർ വലിയ നമ്പർ എന്നുള്ള രീതിയിലല്ലേ. ഓക്കെ, അന്നേരം ഇവിടെ 3, 4 ആഡ് ചെയ്താൽ 7 വരത്തുള്ളൂ. ഓക്കെ, 7ഉം 15ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇൻറ്റു 2 + 1 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 7 + 5 12, പക്ഷെ അവിടെ അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അടുത്ത നോക്കേണ്ടത് 3, 4യുടെ മൾട്ടിപ്ലൈ നോക്കി. ഇവിടെ ചെറിയ രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ നോക്കുമ്പം 3 × 4 എന്ന് പറയുന്നത് 12 ആണല്ലോ. ഓക്കെ, 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12ഉം 15ഉം തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? 12 + 3 15 എന്ന് പറഞ്ഞൂടെ? മനസ്സിലായി? 12 + 3 15 എന്ന് പറഞ്ഞൂടെ? അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്തു. ഈ 3 എന്ന് പറയുന്നത് ഇതാവണമെന്ന് നിർബന്ധമില്ല, ഫിക്സഡ് ആയിട്ടൊരു 3 വന്നതാവാം. അത് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൂടെ നോക്കണം. ഇതൂടെ നോക്കിയേ, 7 × 5 35. മനസ്സിലായി? 35. ഈ 35ൻ്റെ കൂടെ വീണ്ടും 7 ആണോ ആഡ് ചെയ്തേക്കുന്നത്? അല്ലല്ലോ, അവിടെയും 3 തന്നെയല്ലേ ആഡ് ചെയ്തേക്കുന്നത്. 35ൻ്റെ കൂടെയും 3 തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്, 38. അപ്പോൾ എന്ത് മനസ്സിലാക്കണം അവിടുന്ന്? ഈ 3 എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ആണ്. മനസ്സിലായോ? അതായത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ, ആ കിട്ടുന്ന ആൻസർ +3 ആണ് സെക്കൻഡ് നമ്പർ. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവിടെ റിലേഷൻ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ആൻസറിൽ എന്താണ്? സെക്കൻഡ് നമ്പർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതായത് 3 × 5, ഈ 3 എന്ന് പറയുന്നത് ഫിക്സ് ആണ്, +3. അപ്പോൾ എന്താണ്? 18 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും ആ റിലേഷൻസ് വരാം, ശ്രദ്ധിച്ചെടുക്കുക. അടുത്തത് ഒരു സർക്കിൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ഒരു ഓർഡർ വരാനുള്ള സാധ്യത ഉണ്ടോ നോക്കുക. അപ്പോൾ നോക്കി, 7, 9, 11, 42, 72. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, 2 കൂടി, വീണ്ടും 2 കൂടി, ഒരു കണക്ഷൻ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് നോക്കി, 7 ഓപ്പോസിറ്റ് 42. ഓക്കെ, 9 ഓപ്പോസിറ്റ് എന്താണ്? 72 അല്ലേ? ഈ 11ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആളിനെയാണ് നമുക്ക് വേണ്ടത്. 11ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്ത് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നോക്കിയേ, 7 42 എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? 7 × 6 ആണ് 42. ഓക്കെ, ഇവിടെ രണ്ട് രീതിയിൽ പറയാം, രണ്ട് രീതിയും പറയാം. 7 × 6 ആണ് 42. 9 × 9ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ, 9 × 8 ആണ് 72. അപ്പോൾ എങ്ങനെ വരാം? ഇവിടെ 7, 6 തമ്മിൽ എന്താണ് വന്നത്? 7നെക്കാട്ടിലും 1 കുറവുള്ള നമ്പർ. അങ്ങനെയാണ് 11 × എത്ര ആയിരിക്കണം വരേണ്ടത്? 11 × 11നെക്കാട്ടി 1 കുറവുള്ള നമ്പർ 10 ആണ്, 110 ആണ് വരുന്നത്. ഓക്കെ, 110 ആണ് ആൻസർ. വേറെ രീതിയിലും പറയാം, സ്ക്വയർ റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തും പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 7ൻ്റെ സ്ക്വയർ 49 അല്ലേ? അതിൽ നിന്ന് വീണ്ടും ഒരു 7 കുറച്ചാൽ എത്ര വരും? 42 വരത്തില്ലേ? ഇവിടെ 9ൻ്റെ സ്ക്വയർ 81 ആണ്, അതിൽ നിന്ന് വീണ്ടും ഒരു 9 തന്നെ, ആ നമ്പർ തന്നെ കുറച്ചാലോ 72 കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതും കറക്റ്റായിട്ട് വരുന്നില്ലേ? 11 സ്ക്വയർ 121 - 11 110. അതും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് എനിവേ ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ഇത് തന്നെ രണ്ട് രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ രീതിയിൽ പെട്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ സ്ക്വയർ ഒന്നും ആലോചിക്കത്തില്ല, × 6 ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ആദ്യം. ഓക്കെ, അങ്ങനെ തന്നെ എടുത്താൽ മതി. ആ 6 എങ്ങനെ വന്നു എന്ന് ആലോചിക്കണം, അതിനെക്കാട്ടി 1 കുറവുള്ള നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയും എന്താണ്? സർക്കിളാണ്. അപ്പം നിങ്ങൾ ആദ്യം ഒരു ഓർഡർ നോക്കി, 8, 17, 35. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തൊരു പ്രാക്ടീസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. 8, 17 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? × 2 + 1 എന്ന് പറഞ്ഞൂടെ? × 2 + 1, 8ൻ്റെ ഇരട്ടിയോടെ 1 കൂട്ടുന്നത്. വീണ്ടും 17, 35 തമ്മിൽ എങ്ങനെ ചെയ്യാം? × 2 + 1 എന്ന് ചെയ്തുകൂടെ? ഇരട്ടിയോടെ 1 കൂട്ടുമല്ലേ? അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരിക്കും? 35 × 2 + 1 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. 70 + 1 71. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ 8ഉം 35 നമ്മൾ ഓപ്പോസിറ്റ് എടുത്താലും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? ഇത് തന്നെയാണ് ആൻസർ, 71 തന്നെയാണ്. × 2 + 1 എന്നുള്ളതാണ് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നമ്മൾ സീരീസിൽ പഠിച്ച കാര്യം തന്നെയാണ്, സർക്കിൾ ഇങ്ങനെ വന്നേക്കുന്നതേ ഉള്ളൂ. ആണ് ഇത് സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമല്ലേ? സീരീസിനകത്ത് നമ്പർ സീരീസിനകത്ത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതിങ്ങനെ ആ സർക്കിളായിട്ട് വരുമ്പം അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് ശീലിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അത് പെട്ടെന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കി, ആദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 3 നമ്പറുകൾ അതാണല്ലോ ആദ്യം പെട്ടെന്ന് നോക്കാൻ എളുപ്പം. 6, 7, 9 എന്തെങ്കിലും കണക്ഷൻ വരുന്നത് നോക്കി. 3, 2 ഇത് ആഡ് ചെയ്യുമ്പോൾ 5 വരുന്നുണ്ട്, പക്ഷേ എല്ലായിടത്തും അങ്ങനെ വരുന്നില്ലല്ലോ. ഇവിടെ കൂട്ടുമ്പോൾ നടുക്ക് വരുന്നത് 13 ആയിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ വരണ്ടേ. ഇവിടെ 3 ×
ആഡ് ചെയ്യുമ്പോൾ 5 നടുക്ക് വരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നില്ലല്ലോ. ഇവിടെ ആണ് ഈ 13, 25, 55 അതും വരുന്നില്ലല്ലോ. അപ്പോൾ അതല്ല. ഈ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക. വേറെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് പെട്ടെന്നൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത് നോക്കേണ്ട എന്താണ്, ടോപ്പ് ടു ബോട്ടം നോക്കി എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇവിടെയും നമ്മൾ ആഡ് ചെയ്താൽ വരത്തില്ല. ഓക്കെ, ഇപ്പം ഇവിടെ കുറച്ച് പാടാണ് ഞാൻ പറയാം. ഇവിടെയും കോമ്പിനേഷനാണ്. ഇവിടെ വരുമ്പോൾ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നേക്കുന്ന 30 ആണ്. ഈ 30യും 10ഉം തമ്മിൽ കണക്ട് ചെയ്തോളൂ. 30 10ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ 30 × 3 അല്ലേ. ആ 3 ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണോ? അടുത്ത ഇവിടെ നോക്കാം. 28 7 തമ്മിൽ × 4 ആണ്. ഇവിടെ വന്നേക്കുന്ന 4 അല്ല. അപ്പോൾ ആ 4ഉം ബാക്കി 9ഉം 5 ഉണ്ടല്ലോ, അവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ ഇനി സ്ട്രൈറ്റ് ആയിട്ട് പറയാം. 6 - 3. ഓക്കെ, ആ കിട്ടുന്ന ആൻസർ × 10 ആണ് നമ്മുടെ ഫൈനൽ നമ്പർ. ഓക്കെ, ഇവിടെ അങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കി. 9 - 5 4 ആണ്. × 7 എന്ത് വരുന്നുണ്ട്? നമ്മുടെ ലാസ്റ്റ് എടുത്ത 28 വരുന്നുണ്ട്. വീണ്ടും 7 - 2 × എന്ത് ചെയ്താലാണ് 25 കിട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? 7 - 2 എന്ത് വരും? 5 ആണല്ലോ. 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 25 വരുന്നത്? 5 തന്നെയല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ വരും. ഇപ്പോൾ കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാം? ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ കിട്ടുന്ന ആൻസർ ഇൻറ്റു തേർഡാണ് എന്ത് ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു റിലേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും കോമ്പിനേഷനായിട്ട് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയായിരിക്കും കണക്ഷൻ വരുന്നത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് റൈറ്റും ഒക്കെ നോക്കുന്നതിന് മുമ്പേ നമ്പറിൻ്റെ പ്രത്യേകത നോക്കിയാൽ കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഈ താഴെ വന്നേക്കുന്ന നമ്പറുകളെല്ലാം കണ്ടോ? ഇവിടെ വന്നേക്കുന്നതല്ല. ഈ 3 പേരും എന്താ? സ്ക്വയർ നമ്പേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ നിർബന്ധമില്ല. ഇവർ സ്ക്വയർ നമ്പറുകൾ വന്നതുകൊണ്ട് ഓക്കെ ഇങ്ങനെ ആയിരിക്കും സാധ്യത. നിർബന്ധമില്ല. ഇവരെല്ലാവരും സ്ക്വയർ നമ്പർ വന്നില്ല. അപ്പോൾ എന്തായാലും ഇവരെ തമ്മിൽ അത് ഇങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ താഴോട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങളെപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റും ടോപ്പ് ടു ബോട്ടം നോക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകതയുള്ള നമ്പേഴ്സ് ആണെന്ന് ആദ്യമേ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഇതിന് മനസ്സിലാവില്ല സ്ക്വയർ നമ്പർ. അപ്പോൾ ഇങ്ങനെ വരാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ നോക്കി 49 എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ നമ്പറുകൾ ആയതുകൊണ്ട് തന്നെ ഏതിൻ്റെ സ്ക്വയർ ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 49 എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ അല്ലേ, 64 എന്ന് പറഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ അല്ലേ, 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ ഈ 7ഉം ബാക്കിയുള്ളവരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പെട്ടെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഇവരെല്ലാവരും കൂട്ടുന്നതല്ലേ 7. 4 3 7 1 ഇത് കൂട്ടുന്നതല്ലേ 8. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മുടെ അടുത്ത് ബന്ധം സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ഈ 3 പേരോടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 13 വരണം. അപ്പോൾ 4 2 6 എത്രയോടെ വരണം? ഇനി 7 അല്ലേ. ഇപ്പോൾ 7 ആണ് ആൻസർ. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ ടോപ്പ് ടു ബോട്ടമിലുള്ള ഈ 3 നമ്പറുകളെ ആഡ് ചെയ്തു. ആ കിട്ടുന്ന ആൻസറിൻ്റെ സ്ക്വയർ ആണ് ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 4 + 3 + 1 ആ കിട്ടുന്ന നമ്പറിൻ്റെ സ്ക്വയർ ആണ് 64. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറും 4ഉം 2 ആഡ് ചെയ്തിട്ട് സ്ക്വയർ എടുക്കുമ്പോഴാണ് 169 വരുന്നത്. അപ്പോൾ എന്ത് വരും? x + 6² എന്ന് വരും 169. ഈ സ്ക്വയർ അപ്പുറത്തോട്ട് കൊടുക്കുക. അപ്പോൾ റൂട്ട് ആവുമല്ലോ. അതായത് x + 6 എന്ന് പറയുന്നത് റൂട്ട് 169 13 ആവും. ഏത് നമ്പറിൻ്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 13 വരുന്നത്? 7 അല്ലേ. നിങ്ങളിങ്ങനെ ഇക്വേഷൻ ഒന്നും എഴുതണമെന്നില്ല. നിങ്ങൾ ഓരോ ഓപ്ഷൻ കൊടുത്താലും മതി. ഇവിടെ ഏത് നമ്പർ വന്നാൽ ആഡ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് 169 വരുന്നത് നോക്കി നിങ്ങൾ ഓരോരോ ഓപ്ഷനായിട്ട് നോക്കി 10 നോക്കാം. 10 4 14 14 2 16 16ൻ്റെ സ്ക്വയർ അല്ലല്ലോ ഇത്. അങ്ങനെ നോക്കിയാലും മതി. 4 എടുക്കുമ്പോൾ 4 4 8 2 10 10ൻ്റെ സ്ക്വയർ 100 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ അതല്ല. അപ്പോൾ 7 എടുത്താൽ കറക്റ്റ് വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഇക്വേഷൻ എഴുതി അങ്ങനെ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാൻ പാടുള്ളവർ അങ്ങനെ എഴുതണമെന്നില്ല. ഓപ്ഷൻ കൊടുത്തായാലും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾ ആദ്യമേ ഒന്ന് നോക്കിയാൽ ഇപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. ഇവിടെ ഒരു 11 ഉണ്ട്, ഒരു 120 ഉണ്ട്. 121 11ൻ്റെ സ്ക്വയർ എന്ന് അറിയാം. അപ്പം അങ്ങനെ എന്തോ ഒരു സ്ക്വയർ റിലേറ്റഡ് ആണ് കണക്ഷൻ എന്നൊരു ഐഡിയ നമുക്ക് അന്നേരം തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 121 പക്ഷെ വന്നത് 120. അപ്പോൾ ഒരു 1 കുറഞ്ഞില്ലേ? ആ 1 കുറഞ്ഞത് ഏതുമായിട്ട് കണക്ഷൻ ആയിരിക്കും? ഇതുമായിട്ട് കണക്ഷൻ ആയിരിക്കത്തില്ലേ? അപ്പോൾ നിങ്ങളത് 11ൻ്റെ സ്ക്വയർ -1 അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് നോക്കി കൺഫേം ചെയ്യാമല്ലോ. 7ൻ്റെ സ്ക്വയർ 49. 49 - 2 എന്നായിരുന്നെങ്കിൽ 47 എന്നല്ലായിരുന്നു വരണ്ടേ. പക്ഷേ 45 എന്നല്ലേ വന്നേ. അപ്പോൾ എന്താണ്? 49ൽ നിന്ന് 4 ആണ് കുറച്ച്. ആ 4ഉം 2ഉം തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ ആലോചിച്ച് നോക്കി. 2ൻ്റെ സ്ക്വയർ അല്ലേ 4. അപ്പോൾ കാര്യം എന്താണ്? ടോപ്പ് ടു ബോട്ടം
ആണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഓക്കെ, സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ. അതാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 11 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 121 മൈനസ് 1, അതാണ് 120. മറ്റേടത്ത് എടുത്താലും അത് കൺഫേം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും ആൻസർ വരുന്നത്? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 25 മൈനസ് 9, 16 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ സ്ക്വയർ നമ്പേഴ്സ് കണക്ട് ചെയ്തും വരാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം, സ്ക്വയർ നമ്പറുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാലോ നമുക്ക് ആലോചിക്കാൻ പറ്റണം. അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്തുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് വെച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്ക്വയർ നമ്പറോ ക്യൂബ് നമ്പറോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തവർക്കാണ് പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഇവിടെ വരുന്നത് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അറിയാമോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ സൈഡ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊരു പ്രത്യേകതയില്ലേ? അതായത് ഇവിടെ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെ സ്ക്വയർ കൂട്ടുന്നത്, ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ ട്രിപ്ലെറ്റ് എന്നൊക്കെ വിളിക്കും. അതായത് ഇതിനകത്ത് വലിയ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ടുപേരുടെ സ്ക്വയറോട് കൂട്ടുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ താണ്ടേ ടോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. അതായത് ഈ ട്രിപ്ലെറ്റ് ആയിട്ട് വരുന്നവരെയാണ് ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുത്തേക്കുന്നത്. ഇവിടെ ടോപ്പ് ടു ബോട്ടം അല്ല, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നോക്കി, 13, 12, 5, അതായത് 12ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറോടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 13ന്റെ സ്ക്വയർ കിട്ടും. നിങ്ങൾക്ക് വേണം കൺഫേം ചെയ്യാനാണ്. 15ന്റെ സ്ക്വയർ 225. അതാണ് ഞാൻ പറഞ്ഞത് സ്ക്വയർ നമ്പറുകൾ കൃത്യമായിട്ട് അറിയണമെന്ന്. 225, 8ന്റെ സ്ക്വയർ 64, കൂട്ടിയാൽ എത്ര വരും? 289. അതെന്ന് പറഞ്ഞാൽ 17ന്റെ സ്ക്വയർ അല്ലേ? അതും കറക്റ്റാണ്. നമുക്കിത് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, 20 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ, 20 സ്ക്വയർ. അപ്പോൾ ഞാനത് എഴുതി കാണിക്കുന്നതാണ്. 20 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ നോക്കി, 400 പ്ലസ് 441 എത്ര വരും? 841. അതെന്ന് പറയുന്ന ആരുടെ സ്ക്വയർ ആണ്? 29ന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ അതെന്താണ്? കറക്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടത്? 25 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 24ന്റെ സ്ക്വയറും ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറോടെ കൂട്ടുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ കൂട്ടിയാലാണ് വരുന്നത്? അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് പഠിച്ചു വെച്ചവർക്കാണെങ്കിൽ അറിയാം 24 ഏത് നമ്പറൂടെ വന്നിട്ടാണ് ഹൈപ്പോട്ടന്യൂസ് 25 ആയിട്ട് വരുന്നത്? 24ഉം 7 വരുമ്പോഴാണ്. നിങ്ങൾ ചെയ്താൽ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ 625 ഈക്വൽ ടു 24ന്റെ സ്ക്വയർ 576 ആണ്. 576 പ്ലസ് എക്സ് എന്ന് വരും, എക്സ് സ്ക്വയർ എന്ന് വരും. അതായത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നത് 49 എന്ന് വരും. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. നിങ്ങൾ ഓപ്ഷനിൽ കൊടുത്ത് നോക്കിയാലും മതി. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ 7ന്റെ സ്ക്വയർ 49, 24ന്റെ സ്ക്വയർ 576. അപ്പോൾ രണ്ടും കൂട്ടുമ്പോൾ 675 വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്ത് എന്ത് ചെയ്യുക? ഉറപ്പിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സ്ക്വയർ വെച്ച് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ എടുക്കുമ്പോൾ 2, 1, 3, 3, 3, 6 കൂട്ടുമ്പോൾ 6 വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സ്ക്വയർ നമ്പറുമാണ് കിടക്കുന്നത്. അപ്പോൾ 6ന്റെ സ്ക്വയർ 36. അത് കിട്ടിയെന്ന് കരുതി ഉറപ്പിക്കരുത്. ഇവിടെ നോക്കി, ഇവിടെ സ്ക്വയർ നമ്പർ ആണോ വന്നേക്കുന്നത്? ഇവിടെ സ്ക്വയർ നമ്പറേ അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല. മനസ്സിലായി? ഇവിടെ നോക്കുമ്പോൾ 4, 3, 7, 7ന്റെ സ്ക്വയർ 49 അല്ലായിരുന്നു വരണ്ടേ? അപ്പോൾ അതല്ല. ഇനി ഒന്നുകൂടെ നോക്കി, എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇവിടെ ക്യൂബ് നമ്പർ ബേസ്ഡ് ആണ്. ഓക്കെ, ക്യൂബ് നമ്പർ ബേസ്ഡ് ആണ്. ഇവിടെ എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഈ ഉള്ള 3 നമ്പറുകളുടെയും ക്യൂബുകൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അതായത് 2 ക്യൂബ് പ്ലസ് 1 ക്യൂബ് പ്ലസ് 3 ക്യൂബ്. ഇവർ കൂട്ടിയിട്ട് ക്യൂബ് എടുത്തേക്കും അല്ല, ഇവരുടെ ക്യൂബുകളെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ ക്യൂബുകൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാത്തിലും താഴെ എല്ലാത്തിലും ക്യൂബ് നമ്പർ വന്നേനെ. പക്ഷെ അങ്ങനെയല്ലല്ലോ വന്നേ. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 ക്യൂബ് 8, 1, 3 ക്യൂബ് എന്ന് പറയുന്നത് 27. ഇതെല്ലാം ആഡ് ചെയ്തേ. ഇപ്പോൾ എത്ര വരും? 36 വരുന്നില്ലേ? അതായത് ഈ ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ്, സെക്കൻഡ് നമ്പറിൻ്റെ ക്യൂബ്, തേർഡ് നമ്പറിൻ്റെ ക്യൂബ്. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത്. ടോപ്പ് ടു ബോട്ടം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്? ഇവിടെ കറക്റ്റ് വരുന്നില്ല. 4ന്റെ ക്യൂബ് 64, 3ന്റെ ക്യൂബ് 27, കൂട്ടുമ്പോൾ 91 വരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 4 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 1 ക്യൂബ്. അപ്പോൾ ക്യൂബുകൾ കാണാതെ പഠിക്കണം. 64, 8, 1, 73 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിസ്സിംഗ് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് വരാം, അതേപോലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കോമ്പിനേഷൻ വരാം, അഡീഷനും ഡിവിഷനും കോമ്പിനേഷൻ വരാം, സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും കോമ്പിനേഷൻ വരാം, സ്ക്വയർ നമ്പർ വരാം, ക്യൂബ് നമ്പർ വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തുള്ള പ്രാക്ടീസാണ്.
അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇങ്ങനെ ചിന്തിക്കാനൊരു സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.